വാർത്തകൾ വിശദമായി. മാണിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാനാകാതെ അപമാനിതനായി പി ജെ ജോസഫ്. കോട്ടയം മണ്ഡലത്തിൽ പ്രഥമ പരിഗണന തോമസ് ചാഴിക്കാടന്. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവരെ പരിഗണിച്ചാൽ അംഗീകരിക്കില്ലെന്ന് മാണിയെ അനുകൂലിക്കുന്നവർ. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ ജോസഫ്. ടി പി പ്രശാന്തിന്റെ റിപ്പോർട്ട്. നയിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി കെ.എം. മാണിയെ ചുമതലപ്പെടുത്തിയതിനു ശേഷവും കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ ഘടകം പി ജെ ജോസഫിനെതിരെ പരസ്യമായി രംഗത്തുവന്നു. ജോസഫിനെതിരെ മാണി വിഭാഗത്തിന്റെ ശക്തി പ്രകടനമായിരുന്നു പാലായിൽ കണ്ടത്. എംഎൽഎമാരെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും യോഗ്യരായവർ കോട്ടയം മണ്ഡലത്തിൽ തന്നെയുണ്ടെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം ആഞ്ഞടിച്ചു. പാർട്ടിക്കകത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ, പാർട്ടി ചെയർമാന്റെ ഒരുപാട് സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പിന്നെ മാണി വിഭാഗത്തിന് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റാണ്. അതുപോലെ തന്നെ എന്നുള്ള ഒരു സമ്മർദ്ദം നന്നായിട്ട് പാർട്ടി ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ സാഹചര്യം ഇപ്പോൾ ഉള്ളത്. കൊടുക്കണം എന്ന് മാണി ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് ഈ സീറ്റ്. അത് തുടരണം എന്നുള്ള സമ്മർദ്ദമാണ് പാർട്ടി ചെയർമാനിലേക്ക് പാർട്ടി പ്രവർത്തകർ ആവശ്യം. സിറ്റിംഗായിട്ടുള്ളവരൊക്കെ മറന്നിരിക്കട്ടെ. എത്രയോ പേര് മുടുക്കന്മാരുണ്ട്. അതൊക്കെ വരേണ്ടത്. പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫിനെ അകറ്റി നിർത്തിയ കെ.എം. മാണിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻ എംഎൽഎമാരായ തോമസ് ചാഴിക്കാടൻ, സ്റ്റീഫൻ ജോർജ്, യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് എന്നിവരാണുള്ളത്. ഇതിൽ പ്രഥമ പരിഗണന തോമസ് ചാഴിക്കാടനാണ്. കോൺഗ്രസിന്റെ സമ്മർദ്ദത്തെ അതിജീവിച്ചു കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്വവും മാണി വിഭാഗത്തിനായിരിക്കും. അങ്ങനെയെങ്കിൽ പി ജെ ജോസഫിനെ ഒഴിവാക്കുന്നത് പാർട്ടിയെ പിളർപ്പിലേക്കെത്തിക്കും. അതേസമയം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത പേര് താഴെത്തട്ടിലുള്ള നേതാക്കളുടെ എതിർപ്പ് ചൂണ്ടിക്കാണിച്ച് ഒഴിവാക്കില്ലെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തന്നെ. മാണി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. തത്സമയം സമീറിലേക്ക്. സംബന്ധിച്ചുള്ള ഏകദേശ ധാരണയിലേക്ക് കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആഗ്രഹം മാത്രമായി അവശേഷിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ പി ജെ ജോസഫിന്റെ പുറപ്പുഴയിലെ വീട്ടിൽ രഹസ്യ യോഗം ചെയ്യുകയും ഇത് സംബന്ധിച്ച് ഇനിയും വരും ദിവസങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, അതായത് മോൻ ജോസഫ് എംഎൽഎ, ടി യു കുരുവിള എന്നിവരും പി ജെ ജോസഫിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചതിനു ശേഷം ഇപ്പോൾ പി ജെ ജോസഫ് വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരിടത്തേക്ക് പോയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമുഖനായ ഒരു നേതാവിന്റെ വീട്ടിലെത്തിക്കൊണ്ട് ഒരു സ്വകാര്യ ചർച്ചയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വളരെ രഹസ്യമായിട്ടുള്ള ഈ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ജോസഫിന് സീറ്റ് നൽകില്ല എന്നുള്ള നിലപാടിലേക്ക് കേരള കോൺഗ്രസ് മാണിയും UDF-ഉം എത്തുകയാണ് എങ്കിൽ പിന്നീട് ഈ പാർട്ടിയിൽ തുടരണമോ മുന്നണിയിൽ തുടരണമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പി ജെ ജോസഫും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരും എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രഹസ്യ യോഗം തൊടുപുഴയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമുഖനായ നേതാവിന്റെ വീട്ടിൽ ഇപ്പോൾ നടന്നു വരികയാണ്. പി ജെ ജോസഫും ടി യു കുരുവിളയും മോൻ ജോസഫ് എംഎൽഎയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കൾ ആരെങ്കിലും പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. എന്തായാലും ഈ രഹസ്യ യോഗം ഇപ്പോൾ തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ്. പ്രശാന്ത് തത്സമയം ചേരുന്നുണ്ട് ലൈനിൽ. പ്രശാന്തിലേക്ക്. നാടകീയമായ രംഗങ്ങൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതി അംഗമായ തോമസ് ചാഴിക്കാടനെയാണ് ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായി കെ.എം. മാണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് ഈ മാണി വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ നൽകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒരു ഒറ്റ വരി റിലീസ് മാത്രമാണ്. കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതിയായ തോമസ് ചാഴിക്കാടൻ എക്സ് MLA പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് കെ.എം. മാണിയുടെ പേരോട് കൂടി ചേർന്ന ഒരു റിലീസ് മാത്രമാണ് പുറത്തിറക്കിയത്. എന്തായാലും ഈ കേരള കോൺഗ്രസിനകത്ത് പി ജെ ജോസഫിനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു എന്ന് തന്നെ വേണം വ്യക്തമാകാൻ. സ്ഥാനാർത്ഥിയാകണം എന്ന പി ജെ ജോസഫിന്റെ ആഗ്രഹത്തെ കൃത്യമായ രീതിയിൽ തന്നെ കഴിയില്ല എന്ന് കെ.എം. മാണി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടുകൂടി പി ജെ ജോസഫ് വിഭാഗം പൂർണ്ണമായും പാർട്ടിയിൽ ഒരു ഒറ്റപ്പെട്ട നിലയിലേക്ക് പോകുന്നു. പാർട്ടി പൂർണ്ണമായും കെ.എം. മാണിയുടെ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെ വലിയ കൂടിയാലോചന അടക്കം കെ.എം. മാണിയുടെ വീട്ടിൽ നടന്നിരുന്നു.
ഇവിടുത്തെ കൂടിയാലോചനകളെല്ലാം തന്നെ വലിയ ഒരു തരത്തിൽ തന്നെയുള്ള വികാരം കെ എം മാണിയെ അനുകൂലിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. കാരണം കെ എം മാണിയെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരുന്നു സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ. അതിൽ പി ജെ ജോസഫ് പാർട്ടി വർക്കിംഗ് ചെയർമാനായിട്ടുള്ള പി ജെ ജോസഫ് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പോലും ആ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് പിന്നീട് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം ചർച്ച വന്നപ്പോൾ എംഎൽഎമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ഉയർന്നിരുന്നു. പിന്നീടാണ് കെ എം മാണിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തി സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ. എന്തായാലും കെ എം മാണി അസന്നിഗ്ധമായി അപ്പോൾ തന്നെ പാർലമെന്ററി യോഗത്തിലടക്കം പറയുകയുണ്ടായിരുന്നു യാതൊരു കാരണവശാലും കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകാൻ പി ജോസഫ് അനുവദിക്കില്ല എന്ന തരത്തിൽ തന്നെ അറിയിക്കുകയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. കേരള കോൺഗ്രസ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റിൽ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന്. പ്രശാന്ത്, സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ മുന്നണി വിടുന്നതുൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് ജോസഫ് എത്തിച്ചേരും എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പ്രശാന്തും സമീറും തന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ജോസഫിന്റെ വീട്ടിൽ ഇപ്പോൾ രഹസ്യ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? നമ്മോടൊപ്പം ഇപ്പോൾ ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് നിർബൻ ചക്രവർത്തിയും കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് നീങ്ങാം. രശ്മി, അത് ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പി ജെ ജോസഫിന്റെ വസതിയിലാണ് നേരത്തെ യോഗം ചേർന്ന വിവരം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേ പി ജെ ജോസഫ് ഉന്നയിച്ച ആവശ്യങ്ങൾ ഒരു ഘട്ടത്തിലും പരിഗണിക്കാതെ കെ എം മാണി തീരുമാനങ്ങളുമായി മുൻപോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രശാന്തും റിപ്പോർട്ട് ചെയ്തത്. പ്രശാന്ത് വിവരിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കെ എം മാണി ഉറച്ചു തന്നെയാണ്. പി ജെ ജോസഫ് ഏത് തരത്തിലുള്ള തീരുമാനമെടുത്തിരുന്നാലും ശക്തമായ നിലപാടുമായി കെ എം മാണി മുന്നോട്ട് പോകുന്നു. തോമസ് ചാഴിക്കാടനെ ഔദ്യോഗികമായി കെ എം മാണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് മുതിർന്ന നേതാവ് ആയിട്ടുള്ള പി ജെ ജോസഫ് ഉന്നയിച്ച ആവശ്യങ്ങൾ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞാണ് കെ എം മാണി ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത് നിർണായകമാകുക പി ജെ ജോസഫിന്റെ നിലപാടായിരിക്കും. അതായത് ഒരു കാലത്ത് കെ എം മാണിയേക്കാൾ പ്രബലനായിരുന്ന പി ജെ ജോസഫ് മധ്യകേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രബലനായ നേതാവാണ് പി ജെ ജോസഫ്. തൊടുപുഴ മണ്ഡലത്തിൽ വർഷങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവ്. നിരവധി മാണി കോൺഗ്രസിനേക്കാൾ MLA ഉണ്ടായിരുന്ന മധ്യകേരളത്തിലെ പ്രമുഖനായ നേതാവാണ് പി ജെ ജോസഫ്. പി ജെ ജോസഫ് തനിക്ക് 2 സീറ്റ് മാണി കോൺഗ്രസിന് വേണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചു. അങ്ങനെ ആ 2 സീറ്റ് തന്നില്ല, കൊടുക്കാനാകില്ല എന്ന കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. ആ ഘട്ടത്തിലാണ് പി ജെ ജോസഫ് മാണി കോൺഗ്രസ് മത്സരിക്കുന്ന കോട്ടയം സീറ്റിൽ തനിക്ക് ലഭിക്കണം, താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തനിക്ക് തന്നെ ആ സീറ്റ് തരണം എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ മാണി കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലടക്കം ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തിന് നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞാണ് ഇപ്പോൾ കെ എം മാണി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ തോമസ് ചാഴിക്കാടനെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രശാന്ത് നമ്മോടൊപ്പം ഉണ്ട്. പ്രശാന്ത്, അങ്ങനെയാണെങ്കിൽ തോമസ് ചാഴിക്കാടനെ ഔദ്യോഗികമായി കെ എം മാണി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് പി ജെ ജോസഫ് പോകുമോ? പി ജെ ജോസഫ് മാണി കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിയിലേക്കുള്ള കാര്യങ്ങൾ പോവുകയാണോ? പി ജെ ജോസഫിന്റെ അടുത്ത തീരുമാനം എന്തായിരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ പൂർണ്ണമായും അപമാനിതനായി പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഉടലെത്തിരിക്കുന്ന ഒരു പ്രശ്നം. കാരണം കെ എം മാണിയോട് ഇന്നലെ പാർട്ടി യോഗത്തിൽ വെച്ച് തന്നെ, പാർലമെന്ററി യോഗത്തിൽ വെച്ച് തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം പി ജെ ജോസഫ് പ്രകടിപ്പിക്കുകയുണ്ടായി. പി ജെ ജോസഫ് ഇത്തരത്തിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അപ്പോൾ തന്നെ തങ്ങളുടെ തട്ടകമായ കോട്ടയത്ത് ജോസഫിനെ മത്സരിക്കാൻ അനുവദിക്കില്ല, അതിൽ കുറെ വൈഷമ്യങ്ങളുണ്ട് എന്ന് കെ എം മാണി MLA-മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് 6 MLA-മാരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് കെ എം മാണി അത് പറയുന്നത്. കെ എം മാണി ഉൾപ്പെടെയുള്ള MLA-മാരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അത് പറയുന്നത്. അതിനുശേഷം ആ നിലപാടിൽ പി ജെ ജോസഫ് ഉറച്ചു നിന്നപ്പോൾ അത് തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് വിടുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി ആകട്ടെ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യുകയും MLA-മാർ മത്സരിക്കേണ്ടതില്ലെന്നും ഇതിന്റെ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം ഒരു പേര് ചർച്ച ചെയ്യുമ്പോൾ ആ പേര് മറികടന്നുകൊണ്ട് മറ്റൊന്നും ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു പി ജെ ജോസഫിന്റെ വിഭാഗം അല്ലെങ്കിൽ പി ജെ ജോസഫിനെ അനുകൂലിക്കുന്നവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ പി ജെ ജോസഫ് അത്തരത്തിൽ തീരുമാനത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും താഴേക്കിടയിലുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രവർത്തകരെ വീട്ടിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് പി ജെ ജോസഫിനെതിരെ പട പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കായിരുന്നു ഇന്ന് നാടകീയ രംഗങ്ങളായിരുന്നു പാലയിലെ കെ എം മാണിയുടെ വീട്ടിൽ അരങ്ങേറിയത്. കാരണം പി ജെ ജോസഫിനെ യാതൊരു കാരണവശാലും സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിക്കില്ല. പകരം കോട്ടയം മണ്ഡലത്തിനകത്ത് നിന്നുള്ള ആൾ തന്നെ വന്നാൽ മതി, അതിന് യോഗ്യതയുള്ളവർ ഉണ്ട് എന്നുള്ളതായിരുന്നു അത് പ്രഖ്യാപിക്കുമ്പോൾ പി ജെ ജോസഫിനെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായ രീതിയിൽ
മാണി വിഭാഗം തയ്യാറാക്കി വെച്ചിരുന്നു. ആ പട്ടികയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് മുൻ MLA-മാരായിട്ടുള്ള തോമസ് ചാഴിക്കാടന്റെയും സ്റ്റീഫൻ ജോർജിന്റെയും ഒപ്പം യൂത്ത് ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസിന്റെയും പേരുകളായിരുന്നു. ആ പേരിൽ തോമസ് ചാഴിക്കാടന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ അംഗീകരിക്കപ്പെട്ടത്. അതിനായിരുന്നു കൂടുതൽ പരിഗണന നൽകിയിരുന്നത്. അപ്പോൾ PJ ജോസഫ് എന്ന് പറയുന്ന വർക്കിംഗ് ചെയർമാനെ പൂർണ്ണമായും അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കായിരുന്നു കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ PJ ജോസഫ് ഇനി ഈ പാർട്ടിയിൽ തുടരുമ്പോൾ അതിന് എന്ത് പ്രസക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇത്രയധികം അപമാനിതനായി യാതൊരു തരത്തിലുള്ള പിന്തുണയുമില്ലാതെ പാർട്ടിയുടെ ഘടകങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള പിന്തുണകളൊന്നും ലഭിക്കാതെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് PJ ജോസഫ് പോകുന്നു. PJ ജോസഫ് പോകുമ്പോൾ PJ ജോസഫിന് ഒപ്പം നിൽക്കുന്നത് മോൻസ് ജോസഫ് MLA മാത്രമാണ്. അത്തരത്തിൽ ജോസഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ PJ ജോസഫും മോൻസ് ജോസഫും മാത്രമായി ഒതുങ്ങുന്ന ഒരു തരത്തിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായും പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലേക്കാണ് ജോസഫ് വിഭാഗം പോകുന്നത്. മാത്രവുമല്ല, ജോസഫ് വിഭാഗത്തിന് നാളിതുവരെ ലയനശേഷവും നഷ്ടം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവുമാണ്. സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയെ വെല്ലുവിളിച്ച തരത്തിലായിരുന്നു PJ ജോസഫിന്റെ ഓരോ നീക്കങ്ങളെയും ജോസ് മാണിയും അടക്കമുള്ളവർ കണ്ടത്. ഇപ്പോൾ PJ ജോസഫ് ഇതിലൂടെ പുറത്തു പോകുന്നതോടുകൂടി KM മാണിയെ സംബന്ധിച്ച് KM മാണി ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് തന്നെ പാർട്ടി അവരുടെ കൈകളിലേക്ക് വരികയും ജോസ് കെ മാണി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ ചെയർമാനായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ പൂർണ്ണമായും അപമാനിതനായ PJ ജോസഫ് എന്ത് നിലപാടെടുക്കണം എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. അവരുടെ യോഗശേഷവും അത് സംബന്ധിച്ച തീരുമാനങ്ങൾ തൊടുപുഴയിൽ നിന്ന് അധികം താമസിയാതെ തന്നെ ഉണ്ടാകും. എന്തായാലും പാർട്ടിയിൽ പൂർണ്ണമായും അപമാനിതനായി ഒരു പാർട്ടി വർക്കിംഗ് ചെയർമാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പാലായിലെ KM മാണിയുടെ വസ്തുവിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോരോ ചെറുചലനങ്ങളിലൂടെയും ബോധ്യമാകുന്നത്. അത്തരത്തിൽ അപമാനിതനായ ഒരാൾ പാർട്ടിയിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ജോസഫ് വിഭാഗം തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും PJ ജോസഫിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലേക്ക് മാണിയെ അനുകൂലിക്കുന്നവർ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് ഉള്ള എല്ലാ ചലനങ്ങളും നമുക്ക് ലഭ്യമാക്കുന്ന സൂചനകൾ അതുതന്നെയാണ്. നന്ദി പ്രശാന്ത്. കേരള കോൺഗ്രസ് M നേതാവിന്റെ തൊടുപുഴയിലുള്ള വീട്ടിൽ ഇപ്പോൾ രഹസ്യയോഗം ചേരുന്നുണ്ട്. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. തത്സമയം സമീറിലേക്ക്. സമീർ, കേരള കോൺഗ്രസ് എമ്മിനെ ലഭിച്ച ഏക സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടോ അതല്ല മറിച്ച് തീരുമാനം കൈക്കൊള്ളണമോ എന്നത് സംബന്ധിച്ചാണ് PJ ജോസഫും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച. അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു രഹസ്യയോഗം ചേർന്നിരിക്കുന്നത്. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവിന്റെ വീട്ടിലാണ് ഈ രഹസ്യയോഗം. എന്തായാലും വളരെ ഏറെ അവഗണനയും അപമാനവും പേറിക്കൊണ്ട് ഈ പാർട്ടിയിൽ ഇനി മുന്നോട്ട് പോകണോ എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ യോഗം തൊടുപുഴയിൽ ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ PJ ജോസഫ് MLA അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ അവരുടെ പാർട്ടിയുടെ ഒരു നേതാവിന്റെ വീട്ടിലേക്ക് വരികയും വളരെ രഹസ്യമായിക്കൊണ്ട് അവിടെ മോൻ ജോസഫും അതോടൊപ്പം തന്നെ TU കുരുവിളയും എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ആരൊക്കെയാണ് ഇനി ഇങ്ങോട്ട് എത്തുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും PJ ജോസഫിന്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള യോഗം ചേർന്നാൽ അത് മാധ്യമങ്ങൾ അറിയും, അത് മറ്റ് പലരും അറിയും. അവിടേക്ക് അനുനായ ചർച്ചകളുമായി എത്തും എന്നുള്ള അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം വളരെ രഹസ്യമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള യോഗം മറ്റൊരു വീട്ടിലേക്ക് ഒരു കേരള കോൺഗ്രസ് സമൂഹത്തിന്റെ വീട്ടിലേക്ക് മാറ്റിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ രഹസ്യയോഗം പുരോഗമിക്കുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ബാർക്കോഴ കേസ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിനെ വളരെയേറെ പ്രതിസന്ധിയിലാക്കിയ സംഭവങ്ങളായിരുന്നു അതെല്ലാം. നമുക്കറിയാം KM മാണി, പാർട്ടി ചെയർമാനുള്ള KM മാണി പ്രതിയായിട്ടുള്ള ബാർക്കോഴ കേസ് ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിലും കൂടെ നിന്ന വ്യക്തിയാണ് PJ ജോസഫ്. പാർട്ടി പുലർത്തി പൊതുവെ അഴിമതി രഹിതനായ ഒരു വ്യക്തിത്വമുള്ള കറകളഞ്ഞ രാഷ്ട്രീയത്തിനുടമയായിട്ടുള്ള PJ ജോസഫ് അത്തരം ഘട്ടത്തിൽ KM മാണിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു നീക്കം നടത്തുമ്പോഴും പാർട്ടി പുലർത്താതെ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും പാർട്ടി പ്രതിസന്ധിയായ ഘട്ടങ്ങളിലെല്ലാം തന്നെ കൂടെ നിൽക്കുകയും ചെയ്തതാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു ആവശ്യം ഇത്തവണ പാർലമെന്റ് സീറ്റിലേക്ക് തനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകണമെന്നായിരുന്നു. അത് നൽകിയില്ല എന്ന് മാത്രമല്ല നൽകാം എന്നുള്ള വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും പിന്നീട് തീർത്തും അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തഴയുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഇതിൽ പരം ഒരു അവഹേളനം തന്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അടിയന്തരമായിക്കൊണ്ടുള്ള ഈ ഒരു യോഗം ചേർന്നിരിക്കുന്നത്. ഈ രഹസ്യ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒരു പക്ഷേ ഇനി കേരള കോൺഗ്രസ് എമ്മിൽ ഇനി തുടരുന്നത് സംബന്ധിച്ച് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമീർ ലൈനിലുണ്ടോ?
സമീർ ലൈനിലുണ്ടോ? രശ്മി കേൾക്കാം. സമീർ, മാണി അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു പിളർപ്പിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പിളർപ്പുണ്ടായാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അത് വലിയൊരു വെല്ലുവിളിയായിരിക്കും മുന്നണിക്ക് ഉയർത്തുക. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ മധ്യസ്ഥ ചർച്ചകൾക്കായി പ്രധാനമായും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താനുള്ള സാധ്യതകളെ കുറിച്ച് അറിവുണ്ടോ? നിർബന്ധിലേക്ക് പോവുകയാണ്. രശ്മി, സമീറിലേക്ക് നമുക്ക് പിന്നീട് വരാം. പ്രധാനപ്പെട്ട രശ്മി ചോദിച്ച പ്രധാന നിർണായകമായ കാര്യം സമീർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇപ്പോൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കുന്നത് മാണി എടുത്ത കടുത്ത നിലപാടിന് മറുപടിയിലേക്ക് പി ജെ ജോസഫ് പോകാൻ സാധ്യതയുണ്ട്. അതാണ് പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നു ഈ സീറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മാണി കോൺഗ്രസിനകത്ത് ഇനി പി ജെ ജോസഫ് നിൽക്കുന്നതിൻ്റെ സാങ്കത്യം തന്നെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മകൻ, അതായത് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി നിലവിൽ രാജ്യസഭാ അംഗമാണ്. അത് UDF വിലപേശി വാങ്ങിയതാണ്. ആ ഘട്ടത്തിൽ തന്നെ പി ജെ ജോസഫ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി ഇനി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മാണി കോൺഗ്രസിന് അധികം സീറ്റ് വേണം, ആ സീറ്റ് ഉറപ്പായും പി ജെ ജോസഫ് വിഭാഗത്തിന് നൽകണം എന്ന ഒരു ആഭ്യന്തരമായ ചർച്ച നടന്നിരുന്നു എന്നാണ് ആ ഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനുശേഷം മാണി ഇക്കാര്യത്തിൽ നിന്നെല്ലാം മകന്റെ കാര്യം പൂർണ്ണമായും സുരക്ഷിതമായതിനു ശേഷം മാണി ഇക്കാര്യത്തിലെല്ലാം പിന്നോട്ട് പോയി. മാണിയുടെ മകന്റെ കാര്യം സുരക്ഷിതമായതിനു ശേഷം മാണി കോൺഗ്രസിലെ കെ എം മാണിയുടെ അനുഭാവികളും മാണി കോൺഗ്രസിന് കെ എം മാണി അംഗീകരിക്കുന്ന മുഴുവൻ നേതാക്കളുടെ കാര്യം മാത്രം കെ എം മാണി നോക്കുകയും പി ജെ ജോസഫിന് തന്റെ കൂടെ നിൽക്കുന്ന അനുയായികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ ഘട്ടത്തിലാണ് പി ജെ ജോസഫ് ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചത്. താൻ മത്സരിക്കും, തനിക്ക് സീറ്റ് വേണമെന്ന നിലപാട് പി ജെ ജോസഫ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ്. കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനാണ് പി ജെ ജോസഫ്. അതുകൊണ്ട് തന്നെ മാണിക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന പ്രതീക്ഷയായിരുന്നു പി ജെ ജോസഫിന് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സീറ്റുകൾ ആവശ്യപ്പെടുന്നു, അത് കോൺഗ്രസ് തള്ളിക്കളയുന്നു. അപ്പോഴും മാണി കടുത്ത സമ്മർദ്ദം കോൺഗ്രസിനോട് വച്ചില്ല, വെറുതെ ചോദിക്കുകയായിരുന്നു പി ജെ ജോസഫിനെ തൃപ്തിപ്പെടുത്താൻ. അത് പി ജെ ജോസഫിന് അറിയാമായിരുന്നു. പി ജെ ജോസഫ് കേരള കോൺഗ്രസ് സീറ്റ് നൽകാതായതോടുകൂടി പി ജെ ജോസഫ് കോട്ടയത്തെ സിറ്റിംഗ് സീറ്റ് തന്നെ ആവശ്യപ്പെടുന്നു. അപ്പോഴും മാണി ആ കാര്യത്തിൽ തുറന്ന സമീപനം സ്വീകരിച്ചില്ല. അവസാനം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. അതിനുശേഷമാണ് പ്രാദേശികമായ നേതാക്കളെ കൊണ്ട് പ്രാദേശിക വികാരം ഉയർത്തുന്ന തരത്തിലേക്ക് പി ജെ ജോസഫിനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതായത് വരത്തന്മാർ വേണ്ട എന്ന നിലപാടിലേക്ക് ഇന്നത്തെ യോഗം അവസാനിച്ചു. അവസാനമാണ് ഇപ്പോൾ ഔദ്യോഗികമായി കെ എം മാണി സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി മാണി കോൺഗ്രസിൽ പി ജെ ജോസഫ് തുടരുമോ എന്ന കാര്യമാണ് നാം കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലാണ്. ഈ ഘടകകക്ഷി എന്ന നിലയിൽ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളവും പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തീരുമാനമായിരിക്കും പി ജെ ജോസഫ് അടുത്ത നിമിഷങ്ങളിൽ എടുക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് വിവരം. സമീർ ചേരുന്നുണ്ടെങ്കിൽ യോഗം എപ്പോഴാണ് അവസാനിക്കുക, ഏത് തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്ക് വിഷയങ്ങൾ പോവുകയാണോ? സമീർ കേൾക്കുന്നുണ്ടോ? പ്രശാന്തും തത്സമയം ലൈനിലുണ്ട്. പ്രശാന്ത്, സമാന്തരമായി പലയിടങ്ങളിലും യോഗം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ തരാൻ കഴിയുന്ന വിവരങ്ങൾ? എന്തായാലും അല്പസമയത്തിനും തന്നെ കെ എം മാണി വീട്ടിലേക്ക് എത്തിച്ചേരും. പാലയിലെ വീട്ടിലെത്തി മാധ്യമപ്രവർത്തകരെ കാണും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചാകട്ടെ വളരെ അപമാനിതനായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പി ജെ ജോസഫ് ഉള്ളത്. പി ജെ ജോസഫിന് ഇനി പുറത്തേക്ക് പോവുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജെ ജോസഫ് 3 ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൊന്ന് ലോക്സഭയിൽ സ്ഥാനാർത്ഥിയാക്കുക, മറ്റൊന്ന് പാർട്ടിയുടെ വൈസ് ചെയർമാൻ പദവിയോ പാർട്ടിയുടെ ചെയർമാൻ പദവിയോ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡർ പദവിയോ നൽകുക, മൂന്നാമത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു പോയാൽ UDF മറ്റൊരു ഇതായി നിൽക്കുവാനുള്ള പിന്തുണ നൽകുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും വച്ചിരുന്നത്. എന്തായാലും പി ജെ ജോസഫിന് ഒരുപക്ഷെ ഇതിൽ നിന്ന് വിട്ടുപോയാൽ, കെ എം മാണിയുടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാൽ ഒരുപക്ഷെ കൂറുമാറ്റ നിരോധനത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ ഇപ്പോഴുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഇപ്പോൾ അപമാനിതനായി നിൽക്കുന്ന പി ജെ ജോസഫിനെ സംബന്ധിച്ച് ഈ പാർട്ടിയിൽ തുടരണമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം.
കാരണം ഒരു പാർട്ടിയുടെ പാർലമെന്ററി സമിതിയിൽ ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ തനിക്ക് മത്സരിക്കാൻ. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.